സിനിമ ഒരു മാജിക്കാണെന്ന്. അതുതന്നെയാണ്, സിനിമ ഒരു മാജിക്കാണ്. മലയാള സിനിമ എന്തുകൊണ്ട് ഇത്ര വ്യത്യസ്തമാവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമാണ് എക്കോ. അതിഗംഭീരം, ബ്യൂട്ടിഫുൾ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ വിലായത് ബുദ്ധ കണ്ടു. ആ സങ്കടവും പോയി, ഓക്കെ, ആ മൂഡ് ഔട്ട് എല്ലാം പോയി ഈ സിനിമ കണ്ടപ്പോൾ. അത്രയും ബ്യൂട്ടിഫുൾ, സൂപ്പർ, ഒരു രക്ഷയില്ലാത്തൊരു പടം. സംവിധാനം ചെയ്തിരിക്കുന്നത് ദിൻജിത്താണ്, എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേശാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിഷ്കിന്ധാടത്തിൻ്റെ സെയിം ആളുകൾ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതന്നെ അതുപോലെ തന്നെ അത്രയും സെറ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു റിപ്പീറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി കഥയിലേക്ക് വരാം. കുര്യച്ചന് പറയുന്ന ഒരു വെറൈറ്റി മനുഷ്യന്. പുള്ളിയുടെ പരിപാടി എന്ന് പറയുന്നത് ഡോഗിനെ ബ്രീഡ് ചെയ്യിക്കുക, ആ ഡോഗ്സിനെ പലർക്കുമായിട്ട് ആർമികൾക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ളൊരു മനുഷ്യനാണ് പുള്ളി. മനുഷ്യനേക്കാൾ കൂടുതൽ നായകളെ സ്നേഹിക്കുന്നുണ്ട്. ആളുടെ പ്രവൃത്തി കൊണ്ട് പലതരത്തിലുള്ള ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇയാളെ കാണാതാവുകയാണ്. പിന്നീട് ഇങ്ങേരെ തേടിയെത്തുന്ന ആളുകൾ കേരളം കർണാടക ബോർഡറിലെ ഒരു മലയോര പ്രദേശത്തേക്കാണ് പല ആളുകളും ഇങ്ങനെ തേടി വരുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. തുടക്കം തൊട്ടേ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാടിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ സീനറി ആണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിക്കും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളെ ആ സ്ഥലത്തേക്ക് ഈ സിനിമ എത്തിക്കും. അതാണ് ഈ സിനിമയുടെ കഴിവ്. പ്രേക്ഷകനായിട്ട് ഇത്ര ഇൻട്രാക്ട് ചെയ്യുന്ന സിനിമകൾ വളരെ കുറവാണ് മലയാളത്തിൽ. ബട്ട് ഇവരത് സാധിച്ചെടുത്തിരിക്കുന്നു. BGM ആണെങ്കിലും മറ്റ് ആവശ്യമില്ലാത്തൊരു സോങ്ങോ അല്ലെങ്കിൽ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഡയലോഗോ ഒന്നും തന്നെ ഇല്ല. എല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ് മിക്ക കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ ഓരോ അരമണിക്കൂറിലും ഓരോ 20 മിനിറ്റിലും നിങ്ങളങ്ങനെ പുതിയ കാര്യങ്ങൾ നിങ്ങളങ്ങനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ സിനിമ. അതുതന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ കുര്യച്ചനായിട്ട് വരുന്നത് സഹീർ മുഹമ്മദാണ്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ ആ ഓറ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ നരേൻ്റെ ക്യാരക്ടർ, വിനീതിൻ്റെ ക്യാരക്ടർ, സന്ദീപിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. പല ഷെയ്ഡുള്ള ക്യാരക്ടറാണ് ചെയ്തത്. ആ സിനിമയായിട്ട് ഇഴുകിച്ചേരുക, കെമിസ്ട്രിയിലോട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് സന്ദീപ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. ഇതിൽ ഒരമ്മച്ചിയുടെ റോൾ ചെയ്തിട്ടുള്ളത് ബിയാമ മോമിൻ എന്നുള്ള, എനിക്ക് തോന്നുന്നു മലേഷ്യക്കാരി തന്നെയാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് ആ അമ്മച്ചീൻ്റെ നോട്ടാണെങ്കിൽ പോലും ഭയങ്കര നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ച് വെച്ച പോലെ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ നിങ്ങളോടൊപ്പം കൂടും. ആ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു അപാര കഴിവാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ അങ്ങനെ വർഷങ്ങളായിട്ട് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയാനില്ല. അമ്മാതിരി പടങ്ങൾ ചെയ്യുന്ന സംവിധായകർക്ക് ഇതൊരു പാഠമാണ്. ഇതാണ് സിനിമ, ഇത് തന്നെ ആയിരിക്കണം സിനിമ. പിന്നെ നമ്മൾ ഓക്കെ, ഈ സിനിമയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളും വ്യക്തമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട്. നമുക്ക് ഇത് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചത്. വിനീതിനൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു പ്രത്യേക റോളിലാണ്. അതായത് നമുക്കിങ്ങനെ എന്താ പറയുക, രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അഭിനയം കണ്ട് രോമാഞ്ചം എന്ന് പറയാതെ, ആക്ഷൻ കണ്ടിട്ടുള്ള അഭിനയം കണ്ടിട്ട്. അന്ന് ഓക്കെ, നമ്മുടെ ലൂസിഫറിൽ ഓൾറെഡി വിനീത് വേറൊരു തരത്തിലാണ് ഡബ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പുള്ളിയുടെ ഫേസ് ആണെങ്കിലും പുള്ളിയുടെ മേക്ക് ഓവർ ആണെങ്കിലും എല്ലാം ഒരു പ്രത്യേക രീതിയാണ് സംഭവം. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പോലും വിനീതിൻ്റെ ആ ഫേസ് ഒന്നും അവിടെ വിട്ടു പോകുന്നില്ല. അതേപോലെ ചില ഷോട്ട് എടുത്തിട്ട് നമ്മൾ അന്തം വിട്ടു പോകും. കാടിൻ്റെ ഉള്ളിൽ, പക്ക കാടിൻ്റെ ഉള്ളിൽ, അതും നായ്ക്കളുടെ കുറേ ക്ലോസപ്പും അതേപോലെ കുറേ നായ്ക്കളെ വെച്ചിട്ട് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു വേറെ റേഞ്ചിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഇതിന് മുന്നേ നമ്മുടെ ദേവദൂതിൽ കുറച്ച് നായ്ക്കളുടെ സീനുണ്ട്, മുരളിയോട് ചേർന്ന് വരുന്ന കുറച്ച് സീക്വൻസ്. അതാണ് ലാസ്റ്റായിട്ട് ഇത്രയും ഒരു ഗ്രാഫ് പൊന്തിയിട്ട്
ഒരു നായിക്കുള്ള കുറച്ച് സീൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മാജിക് തന്നെ ഒട്ടുമില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കിഷ്കിന്ധാ കണ്ട് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അത്രയും സൂപ്പറാണ്, അടിപൊളിയാണ്. നിർബന്ധമായിട്ട് പോയി കാണുക, മിണ്ടാണ്ട് പോയി കാണുക. നിങ്ങൾക്ക് നിങ്ങൾ ആസ്വദിക്കും. അത് മലയാള സിനിമേനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവർ. അതൊരു വല്ലാത്ത വലിയൊരു കാര്യമാണത്. ശരിക്കും അത് അഭിനന്ദിച്ചേ പറ്റൂ.